ഹലോ. അങ്ങനെ ഞങ്ങളുടെ വലിയൊരു ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം വൈകിട്ട് ഷോപ്പിങ്ങിനൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ച് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഷോപ്പിംഗൊക്കെ ചെയ്ത് കുറച്ച് ലേറ്റായി പോയാലോ എന്നോർത്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് തളിപ്പറമ്പിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ തളിപ്പറമ്പിൽ പോയി ഞങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സന്ധ്യ ആവണതിന് മുമ്പേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6:30 ആവണതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ഷോപ്പിങ്ങും പരിപാടികളും എല്ലാം കഴിഞ്ഞേ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും എങ്ങനെയാണ് കഴിക്കുക? പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എന്താണ്ട് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ ഒന്നുകൂടെ കഴിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വെള്ളിക്കീഴിലേക്ക് അങ്ങ് വിട്ടു കേട്ടോ. വെള്ളിക്കീലെന്ന് പറയുമ്പം തളിപ്പറമ്പിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിൽ കൂടെയാണ് പോണത്. വേറെ വഴികളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോയത് ഈ വഴിയാണ്. പട്ടുവം റോഡിൽ കൂടെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പിൽ നിന്നൊരു 1.5 കിലോമീറ്ററോളം ദൂരമാണ് വെള്ളിക്കീലിലേക്ക് ഉള്ളത്. ആ പോണ റോഡൊക്കെ ഉണ്ടല്ലോ, അടിപൊളി റോഡാണ് കേട്ടോ. നല്ല സൂപ്പർ റോഡ്. നമുക്ക് ആ റോഡ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെ, നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു, അതായത് നമ്മളുടെ സാധാരണ നാട്ടിലെ റോഡുകൾ അറിയാമല്ലോ, കുണ്ടും കുഴിയൊക്കെ ആയിട്ട്, അങ്ങനെയൊന്നുമല്ല, നല്ലൊരു റോഡ്. അപ്പം ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും കുറച്ച് പുറകോട്ടാണ്. ഈ പണ്ട് കാലത്തെ ട്യൂബ് ലൈറ്റ് മാതിരിയേ പതുക്കിയൊന്ന് കത്തുള്ളൂ. അപ്പോൾ ആ നല്ല ചില വഴി ഉണ്ടായിരുന്നു അങ്ങ് മേലെ നിന്ന് താഴേക്ക് അങ്ങ് ഇറങ്ങി വരണം. എന്താ രസമായിരുന്നറിയോ. അപ്പോൾ ഒന്നും ഞാൻ മൊബൈൽ കയ്യിലെടുത്തില്ല. പിന്നെയാണ് ഓർത്ത് ഒരു വീഡിയോ ഒക്കെ പിടിക്കാമല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഉണ്ടായിരുന്ന മൊബൈലൊക്കെ കയ്യിലെടുത്ത് അങ്ങ് വീഡിയോ ഓണാക്കി വെച്ചത്. അപ്പോഴാണെങ്കിൽ നല്ല ക്ലാരിറ്റിയുള്ള മൊബൈലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുള്ള ഒരു ഫോൺ ഉണ്ടായിരുന്നു. അത് വീട്ടിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് ആണ് വീഡിയോ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളിക്കീലിൽ എത്തിയിട്ടുണ്ട്. അതാണ്ട് ഈ വെള്ളിക്കീലിൽ എത്തിയിട്ടുണ്ടല്ലോ. കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോൾ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ വെള്ളമാണ് കേട്ടോ. ഈ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കണ്ടൽക്കാടുകൾ കാരണമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ചില സൈഡിലൊക്കെ ഇപ്പോൾ മറ്റ് സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ, അതായത് ആ റോഡ് ഞങ്ങൾ അങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണെങ്കിൽ വീടുകൾ, റൈറ്റ് സൈഡിലായിട്ടാണെങ്കിൽ വെള്ളം. അപ്പോൾ അത് കണ്ടോ വെള്ളമൊക്കെ കിടക്കണം. അപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചിട്ട്, ഇപ്പം നമ്മളെങ്ങാനും ആയിരുന്നു അവിടെയൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ മക്കളെയൊക്കെ നമുക്കൊരു പേടിയാകുമായിരുന്നു. എൻ്റെ മോനൊക്കെ എപ്പം വെള്ളത്തിൽ പോയിട്ട് മീൻ പിടിക്കാനാണെന്ന് പറഞ്ഞിട്ട് എപ്പോൾ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, സൈഡിൽ വീടായിട്ടും ഇത് മറ്റേ സൈഡിൽ വെള്ളം. ഇവിടെ ഈ ഒരു ഏരിയ ഒക്കെ കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ട് ആ വെള്ളത്തിൻ്റെ അവിടെ ഒരു കമ്പി, ഒരു വേലിയോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവഴി നടന്നു പോകുന്നവർക്കൊക്കെ, ഒരു ശീലമുള്ളവരൊക്കെ ആണെങ്കിലും പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ പേടിച്ച് നടക്കുള്ളൂ. ഞാനൊന്നും ആ സൈഡിൽ കൂടെ നടക്കത്ത് പോലും ഇല്ല കേട്ടോ. നമ്മൾ തളിപ്പറമ്പിൽ നിന്ന് വെള്ളിക്കീലിലേക്ക് പോരുമ്പോഴുണ്ടല്ലോ, ആ വെള്ളിക്കീലെത്തുമ്പോഴേക്കും ഒരു പാലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും വെള്ളമാണ്. അപ്പോൾ അത് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ടിങ്ങ് പോകുന്നു, ഈ വെള്ളമൊക്കെ കണ്ടുകൊണ്ട്. അപ്പം പോന്നിട്ട് ഞാനിപ്പോൾ ഈ പോകുന്ന വഴിയിൽ നിന്ന് ഒന്ന് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഈ സൈഡിൽ കൂടെ മുഴുവൻ വെള്ളമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ മീൻ പിടിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ ശീലമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പം നമ്മളവിടെ ആ സൈഡിലായിട്ട് അങ്ങനെ ഇറങ്ങിയില്ല. ആ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നടക്കാനൊന്നുള്ള ശീലമൊന്നുമില്ല. അപ്പോൾ അത്രയും വെള്ളത്തിൻ്റെ അടുത്തോടെയൊക്കെ പിള്ളേരെയൊക്കെ സൂക്ഷിച്ച് പിടിക്കുന്നത് കണ്ടോ. റോഡിൻ്റെ സൈഡിൽ മുഴുവൻ വെള്ളം, ഒരു വേലി കെട്ടുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം നടക്കാൻ നല്ല എന്താ പറയുക, ധൈര്യമുള്ളവർക്ക് വേണം, അല്ലെങ്കിൽ നല്ല ശീലമുള്ളവരൊക്കെ വേണം അങ്ങനെ നടക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോയാലും നല്ല രസമാണ് കാണാൻ. ഇത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ ഒരു ചെളിവെള്ളം പോലെ തോന്നുന്നുണ്ടാവും. അത് ചെളിവെള്ളമല്ല കേട്ടോ, നല്ല പ്യുവറായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത് ഒരു സന്ധ്യ ആവാറായിരുന്നല്ലോ, ആ സൂര്യപ്രകാശമൊക്കെ കാരണം ആ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ ഒരു മഞ്ഞ കളർ, ഒരു ഓറഞ്ച് കളർ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ആ വെട്ടത്തിൻ്റെയാണ് ഈ വെള്ളം അങ്ങനെ ഒരു ചെളിവെള്ളം പോലെ കിടക്കുന്നത് പോലെ തോന്നുന്നത്. ഈ ക്യാമറയുടെ അങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് മുമ്പോട്ട് പോകുന്ന കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളൊന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. റോഡ് വിട്ടിട്ട് സൈഡിലായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങി പോരാനായിട്ട്, ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതുവഴി ഒരു ഫുട്പാത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഫുട്പാത്തിൽ കൂടെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ നടക്കാനുള്ള ഏരിയയിൽ കൂടെ ഏതാണ്ട് ഈ സൈഡിൽ കൂടെ മുഴുവൻ ഇങ്ങനെ കണ്ടൽക്കാടുകളുടെ ഇതുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ കണ്ടോ നോക്കുമ്പോൾ മുഴുവൻ വെള്ളമാണ്. പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനാണെങ്കിൽ അതിനുള്ളിൽ ഇറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നേ. അവന് നമ്മളെ വിട്ടെങ്ങാനും പോയിട്ട് പെട്ടെന്ന് അതിനകത്തോട്ട് ഇറങ്ങാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. കാലിങ്ങനെ ചപ്പതൊക്കെ, എനിക്ക് കാല് മുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് മുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു പേടിയേ.
അങ്ങനെ അപ്പോൾ അവനെ സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടൊക്കെയാണ് നടന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ തണലൊക്കെയുള്ള സമയമാകുമ്പോഴേക്കും ഉണ്ടല്ലോ കണ്ടൽക്കാടുകൾക്ക് ഇടയ്ക്കോടെ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കുക, കുറേ പക്ഷികളും കൊക്കുകളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി ഇങ്ങനെ പറന്നൊക്കെ പോകുന്നത് നല്ല ഭംഗിയാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനൊരു നല്ല രസമാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇതിലൂടെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. കുറേ ഇരിക്കാനൊക്കെയുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പേ വന്നിട്ടുണ്ട്. അന്നേരം പിന്നെയും കുറച്ചുകൂടി ഒരു പച്ചപ്പും, ഇപ്പം ചിലപ്പം വെയിൽ കാരണമായിരിക്കും ഇത്രയും പച്ചപ്പ് കുറവുള്ളത്. പിന്നെ കുറേ ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ മോൻ കുഞ്ഞിതായിരുന്നു, അപ്പോൾ അവനെ കയറ്റി ഇരുത്തി ആടിച്ചതൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അതൊക്കെ അങ്ങ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ കുറേ മണ്ണും പിന്നെന്താ മണലും സിമെൻറ്റും ഒക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പണിയാനുള്ള പ്ലാനൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ നടക്കുകയും ഫോട്ടോ എടുക്കുകയും ഇരിക്കുകയും വർത്തമാനം പറയുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സന്ധ്യാസമയത്തൊക്കെ കൂട്ടുകാരൊക്കെ ഒരുമിച്ച് വന്നിരുന്ന് അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വർത്തമാനമൊക്കെ പറയാൻ തന്നെയും ഒരു രസമല്ലേ. ഫാമിലിയായിട്ട് വരുവാണെങ്കിലും രസമാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന ഇത്രയും ഏരിയ ഒന്നും അല്ല കേട്ടോ, ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ കണ്ടൽക്കാടുകളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഞങ്ങൾ ഇത്രയൊക്കെ ഏരിയകളിലേക്കൊക്കെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഇത്രയാണ് വന്നത്. കഴിഞ്ഞ ഒരു 4 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ അത് വേറെ സൈഡിലേക്കായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടാണ് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണുന്നത്. അവിടെ ആ സൈഡ് കണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ സന്ധ്യയായി നേരെ ഇരുട്ടി വരുന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി അപ്പുറത്തെ സൈഡിലേക്കൊന്നും പോകാൻ നിന്നില്ല. അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് ഇങ്ങനെ വെള്ളമായിട്ട് കണ്ടൽക്കാടായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ബോട്ട് സർവീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക വിനോദസഞ്ചാരികളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആൾക്കാർക്കൊന്നും ഈ പ്രദേശത്ത് താമസിക്കുന്ന കുറേ ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്ത് പോലുമില്ല, ഇങ്ങനെയൊരു സംഭവമുണ്ട്, കാണാൻ നല്ലതാണ് എന്നൊന്നും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ എന്തുമാത്രം സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഈ ടൂറിസം ഒത്തിരി ഇനിയും വികസിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ് ഈ ഒരു സംഭവമൊക്കെ. അന്നേരം ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പാർക്കുകളും പിന്നെ എന്താണ് ബോട്ട് സർവീസും അങ്ങനത്തെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്നറിയത്തില്ല, ഇതൊന്നും അങ്ങനെ ഒരുപാട് എന്തായാലും ഇവിടുത്തെ റോഡും നല്ല ഭംഗിയാണ്. നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല രസമാണ് ഈ വെള്ളമൊക്കെ കാണാനായിട്ട്. അങ്ങനെ വേസ്റ്റ് ചപ്പുചവറുകൾ അങ്ങനെയൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലം. ഇതുണ്ടല്ലോ ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഈ കൊക്കുകളെ കണ്ടോ, എന്നാ രസമെന്ന് വെച്ചാൽ അതും കൂടി ഒച്ചയൊക്കെ എന്നാ വലിപ്പമുള്ള കൊക്കുകളാണെന്നറിയാം. എനിക്ക് ഇത്രയൊക്കെ പിടിക്കാൻ കിട്ടിയുള്ളൂ കേട്ടോ. ഒന്നാമതേ ക്ലാരിറ്റി ഇല്ലാത്ത മൊബൈലും നേരെ വിരട്ടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു കേട്ടോ. അപ്പം ഈ കൊക്കുകളുടെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. ഇതങ്ങ് പറന്ന് വരുമ്പോഴേക്കും നമുക്കറിയാം ഇതിൻ്റെ ഒച്ച ചെയ്താൽ ഭയങ്കര ഒച്ച. അത് ഞാൻ ഈ ഇരുട്ടത്തെ റോഡിൽ കൂടെ നടന്നു പോണതിൻ്റെ ഇടയ്ക്കൊന്ന് സൂം ചെയ്തിട്ട് പിടിച്ചിട്ടും ഇത്രയും വലിപ്പത്തിൽ ഇതുങ്ങളെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി ഇതിൻ്റെ വലിപ്പം എന്താ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള കൊക്കുകളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നതൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇത് കണ്ടോ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കാണാനില്ല. നല്ല റോഡ്, നല്ലൊരു സ്ഥലം, കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലം. നേരെ ഉരുട്ടി കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് താണ്ട് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ സ്ട്രീറ്റ് ലൈറ്റും നല്ല ഭംഗിയുള്ള ലൈറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ടൂറിസ്റ്റ് ആൾക്കാരെ ആകർഷിക്കാമായിരുന്നു. ഇതിപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു വികസന സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അത് ഇങ്ങനെയൊക്കെ കിടക്കുന്നല്ലോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും ഒരു വിഷമം. എന്തായാലും അത് കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിവിടെ പങ്കുവെച്ചത്. കണ്ട അത്രയും വിശേഷങ്ങൾ ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഈ ഒരു വെള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേ ഉണ്ട് വെള്ളം ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.